ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുരുവായൂർ അമ്പലവും ഉണ്ണിക്കണ്ണനും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കാത്ത മലയാളികളുണ്ടോ? മലയാളികൾ മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്രയോ പേർ നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പനെ കാണാനെത്തുന്നു. ശാസ്ത്രയുക്തിക്ക് അതീതമായ പല അത്ഭുതങ്ങളും യഥാർത്ഥ ഭക്തന്മാർക്ക് ഇവിടെ അനുഭവവേദ്യമാകുന്നുണ്ട്. അനന്തശായിയായ സാക്ഷാൽ മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠയെങ്കിലും 9ാമത്തെ പരിപൂർണ അവതാരമായ വാസുദേവകൃഷ്ണനായിട്ടാണ് സങ്കല്പം. വസുദേവരും ബലരാമനും പൂജിച്ചിരുന്ന വിഗ്രഹം തന്നെയാണ് ബൃഹസ്പതിയും വായു ഭഗവാനും ചേർന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. സർപ്പദംശനത്താലുള്ള മരണത്തിൽ നിന്നും കൃഷ്ണകൃപയാൽ രക്ഷപ്പെട്ട ഒരു പാണ്ഡ്യരാജാവായിരുന്നത്ര ഈ ക്ഷേത്രം 5000 വർഷങ്ങൾക്ക് മുൻപ് പുതുക്കി പണി കഴിച്ചത്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, പൂന്താനം കുറൂരമ്മ, വില്ലുമംഗലം സ്വാമിയാർ, ആഞ്ഞം മാധവൻ നമ്പൂതിരി, വൈദ്യമഠം വലിയ നാരായണൻ നമ്പൂതിരി തുടങ്ങിയ നിഷ്കാമ ഭക്തിയുടെ മകുടോദാഹരണങ്ങളായിരുന്നു. അനവധി ഭക്തർ ഈ ക്ഷേത്രത്തിന്റെ പ്രശസ്തി ലോകമെങ്ങും വ്യാപിപ്പിച്ചു. നാരായണീയ ദിനം, പൂന്താനം ദിനം, ചെമ്പൈ സംഗീതോത്സവം ഒക്കെ ഇവിടെ നടത്തിവരുന്നു. 50 വർഷത്തോളം ഭഗവാന്റെ തിടമ്പേറ്റി ഒടുവിൽ ഏകാദശി നാൾ മൃത്യുവരിച്ച ഗുരുവായൂർ കേശവന്റെ കഥ സുപ്രസിദ്ധമാണല്ലോ. ഗീതാ ഗോവിന്ദത്തെ അധികരിച്ച് കൃഷ്ണനാട്ടം നിർമ്മിച്ച മാനവേദൻ നമ്പൂതിരിയുടെ ഓർമ്മയ്ക്കായി കൃഷ്ണഗീതി ദിനവും കൊണ്ടാടുന്നു. 1970 അഗ്നിബാധയിൽ ശ്രീകോവിലും വിഗ്രഹവും ഒഴികെ ബാക്കിയെല്ലാം കത്തിനശിച്ചു. 1971 പുനർനിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തി. ശിലാസ്ഥാപനം കർമ്മം നിർവഹിച്ചത് കാഞ്ചി കാമകോടി പീഠം ശങ്കരാചാര്യരാണ്. ഒരുപാട് വലിപ്പം പറയാനില്ലെങ്കിലും ഒരു മഹാക്ഷേത്രത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എങ്ങും നിറഞ്ഞു തുളുമ്പുന്ന ആ സുരലോക വന്ധ്യത തേജോരൂപം. വില്ലുമംഗലം സ്വാമിക്ക് എന്ന പോലെ പ്രത്യക്ഷ ദർശനമില്ലെങ്കിലും ആപത്ഘട്ടത്തിൽ ആ സ്നേഹസ്വാന്തനം ലഭിക്കാത്ത ഏതു ഭക്തനാണുള്ളത്? തിടപ്പള്ളിയുടെ തൊട്ടടുത്ത് തുറക്കാ അറ എന്ന ഒരിക്കലും തുറക്കാത്ത ഒരു അറയുണ്ട്. എന്നും അടഞ്ഞു കിടക്കുന്ന ഈ അറ ഒരു അത്ഭുതം തന്നെയാണ്. പഴയ കാലത്തെ സ്വർണം, രത്നങ്ങൾ, വെള്ളി തുടങ്ങിയ വഴിപാടുകൾ ഈ അറയിൽ നിക്ഷേപമായി ഉണ്ടെന്ന് പറയപ്പെടുന്നു. സരസ്വതി അറയുടെ അഭിമുഖമായി കിഴക്കോട്ട് തിരിഞ്ഞ് ഗണപതി, തൊട്ടടുത്തായി അതിമനോഹര അനന്തശയന ശില്പം, കരിങ്കൽ തൂണിൽ മുരുകനും ഹനുമാൻ ശില്പവുമുണ്ട്. നൃത്തയറ, മുളയറ, ഓലവായന, മുളയറയുടെ മുന്നിലെ മണിക്കിണർ, ഇങ്ങനെ എന്തെല്ലാം അത്ഭുത വിശേഷങ്ങൾ. പ്രതിഷ്ഠാ സമയത്ത് ഈ രുദ്രരൂപത്തിലെ ജലം കൊണ്ടാണ് ശ്രീ പരമേശ്വരൻ ബിംബത്തിൽ അഭിഷേകം ചെയ്തത്. ഈ മണിക്കിണറിന് മമ്മിയൂർ വരെ വിസ്താരമുണ്ടത്രേ. ഇനി പൂജാവിധിയിലേക്ക് കടന്നാലോ. നിർമാല്യ ദർശനം, തൈലാഭിഷേകം, വാഗചാർത്ത്, ശംഖാഭിഷേകം, ബാലാലങ്കാരം, പാലഭിഷേകം, നവകാഭിഷേകം, ഉച്ചപൂജ, സന്ധ്യാപൂജ, ദീപാരാധന, അത്താഴപൂജ, തൃപ്പുക തുടങ്ങി 12 പൂജകൾ ഭഗവാനുണ്ട്. ഓരോന്നും കണ്ടു തൊഴാനുള്ള വൻ തിരക്ക് അത്ഭുതാവഹം തന്നെ. തിരക്കൊഴിഞ്ഞ് ഗുരുവായൂർ കണ്ണനെ കാണാൻ കഴിയില്ലെന്നൊരു ചൊല്ലുണ്ട്. ഗുരുവായൂരപ്പന്റെ ദിവ്യമായ ഇഹലോക ദുഃഖ നിവാരണ കാരണമായ ബിംബത്തെക്കുറിച്ച് എത്രയോ ഐതിഹ്യങ്ങളുമുണ്ട്. ഭഗവാനെ പുത്രനായി ലഭിക്കുവാൻ പ്രാർത്ഥിച്ച സുതപസ്സും പത്നിയും മുതൽ കശ്യപൻ, അതിഥി, വസുദേവർ, ദേവകി തുടങ്ങി എത്രയോ പുണ്യജനങ്ങൾ ആരാധിച്ചിരുന്ന ബിംബമാണിത്. ഭഗവാൻ തന്നെ ഈ ബിംബം പൂജിച്ചിരുന്നുവത്രേ. നാരായണാത്മകമായ ബിംബം. അവതാരോദ്ദേശം കഴിഞ്ഞു സ്വപാദം പൂകാൻ ഒരുങ്ങിയ ശ്രീകൃഷ്ണ ഭഗവാൻ ഭക്തനായ ഉദ്ധവനെ ഈ വിശിഷ്ട ബിംബം അർഹിക്കുന്ന സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുവാനായി ഏൽപ്പിച്ചു. ഉദ്ധവൻ അത് ബൃഹസ്പതിയെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതിനിടെ പരശുരാമൻ കുടിയിരുത്തിയ ഒരു കേരള ബ്രാഹ്മണൻ വാതരോഗ പീഡയ്ക്ക് പ്രതിവിധി തേടി അദ്ദേഹത്തെ സമീപിച്ചു. നാരദനിൽ നിന്നും രോഗശാന്തിക്ക് പരിഹാരമായി ഈ വിഗ്രഹത്തെക്കുറിച്ച് അറിയുകയും ഗുരുവിന്റെയും വായുവിന്റെയും ഒപ്പം ഭാർഗവരാമനും രുദ്രതീർത്ഥക്കരയിൽ എത്തുകയും ചെയ്തു. അവിടെ അവർക്ക് ശ്രീ പരമേശ്വരന്റെയും പാർവതിയുടെയും ദർശനം ലഭിച്ചു. ശിവഭഗവാനാണ് വിഗ്രഹ പ്രതിഷ്ഠയ്ക്കുള്ള സ്ഥലം ചൂണ്ടിക്കാട്ടിയത്. പത്നി സമേതനായി ഭഗവാൻ മമ്മിയൂർ വാഴുകയും ചെയ്തു. പല പുണ്യാത്മാക്കൾക്കും ലഭിച്ചിട്ടുള്ള
പരമഭാഗ്യത്തിൻ്റെ ഒരംശം നമുക്ക് കൂടി സിദ്ധിച്ചിരിക്കുന്നു. കുംഭം നക്ഷത്രത്തിലെ പൂയം നക്ഷത്രം തുടങ്ങി 10 ദിവസത്തെ മഹോത്സവവും കൊണ്ടാടുന്നു. നെയ്മേനി ഉണ്ണി നിവേദിച്ച നൈവേദ്യം വയറു നിറച്ചു കഴിച്ച ഉണ്ണികൃഷ്ണൻ മഞ്ജുളാൽ ചോട്ടിൽ ചാർത്തിയ മാല സ്വന്തം കഴുത്തിലണിഞ്ഞ പ്രേമസ്വരൂപൻ, ദത്താത്രേയന്റെ ഉപദേശപ്രകാരം ഭഗവാനെ അഭയം പ്രാപിച്ച ജനമേജയന്റെ കുഷ്ഠരോഗം ഭേദമാക്കിയ ആശ്രിത വത്സൻ, എന്തൊക്കെയല്ലേ ആരൊക്കെയല്ലേ ആ അമ്പാടി പൈതൽ. അദ്വൈതവാദിയായ ശ്രീ ശങ്കരാചാര്യൻ ആകാശമാർഗേന സഞ്ചരിക്കവേ ഗുരുവായൂർ എഴുന്നള്ളത്ത് നടക്കുകയായിരുന്നു. ശ്രദ്ധിക്കാതെ യാത്ര തുടർന്ന ആചാര്യൻ പെട്ടെന്ന് ക്ഷേത്രാങ്കണത്തിൽ പതിച്ചു. തെറ്റു മനസ്സിലാക്കിയ അദ്ദേഹം 8 ശ്ലോകങ്ങളാൽ ഭഗവാനെ സ്തുതിച്ചു. ആ കൃതിയാണ് ഗോവിന്ദാഷ്ടകം. ജ്ഞാനപ്പാന തിരുത്തുവാൻ വിസമ്മതിച്ച ഭട്ടതിരിപ്പാടിനോട് അങ്ങയുടെ ഭക്തിയേക്കാൾ പൂന്താനത്തിന്റെ വിഭക്തിയാണ് എനിക്കിഷ്ടമെന്ന് അരുൾ ചെയ്ത ആ ഭക്തവാത്സല്യം സുപ്രസിദ്ധമാണല്ലോ. മാങ്ങാട്ടച്ചന്റെ രൂപത്തിൽ കൊള്ളക്കാരിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിക്കുകയും ചെയ്തു. പാൽക്കടൽ നടുവിൽ അനന്തന്റെ മെത്തയിൽ യോഗനിദ്ര ചെയ്യുന്ന സാക്ഷാൽ അനന്തശായിയായി വേദാന്ത പൊരുളായ ഈ കൃഷ്ണ പരമാത്മാവിന്റെ സവിധത്തിൽ തീരാത്ത ആദികളും ആകുലതകളുമുണ്ടോ? ഈ കലിയുഗത്തിൽ ആ തീരുമാനം മന്ത്രങ്ങൾ മാത്രം മതി മോക്ഷസിദ്ധി കൈവരാൻ. 3 ലോകങ്ങളിലെയും സമസ്ത ചരാചരങ്ങളും ഒന്നായി അലിഞ്ഞു ചേർന്ന സാക്ഷാൽ വീരാട് രൂപം. ഭഗവാനെ, നിന്റെ മുന്നിൽ തൊഴുതു നിൽക്കെ ഞാൻ രാധയോ മീരയോ ഭാമയോ ഒക്കെയായി മാറുന്നുവല്ലോ. തൊട്ടരികെ ഒരു മയിൽപീലിയുടെ സ്വാന്തന സ്പർശവും ഹരിചന്ദന സുഗന്ധവും അനുഭവിക്കുന്നല്ലോ. കൂപ്പുകൈയേറ്റ് എൻ്റെ ബാഹ്യ ചക്ഷുക്കൾ അടയുന്നു, അകക്കണ്ണുകൾ പൂർണ്ണമായി തുറക്കുന്നു. അവിടെ സർവാലങ്കാര വിഭൂഷിതനായി കാരുണ്യം വഴിയുന്ന നളിനദളമിഴികളോടെ ഒരു തേജസ്സാർന്ന രൂപം വിരാജിക്കുന്നു. മനസ്സിലെ ഇരുളുകൾ നീങ്ങുന്നു. നീ തന്നെ ഞാൻ അറിയുന്നു കൃഷ്ണ ഗുരുവായൂരപ്പ. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.